ഈ അഷഫ്, താങ്കൾ ഈ PT പരിപാടി അഥവാ ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ നടത്തുന്നതിനോട് താങ്കൾ യോജിക്കുന്നില്ലേ? സ്കൂളിൽ അധ്യാപകര് കുട്ടികളെ ഒരുമിച്ച് നിർത്തി PT നടത്തുന്നതിനോട് യോജിക്കുന്നില്ലേ? ഉണ്ട്, മാസത്തിൽ നടത്തുന്നത് അത് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അത് ഇതും തമ്മിൽ എന്താ വ്യത്യാസം അങ്ങ് പറയുന്നത്? എന്റെ ചോദ്യം ഇതാണ്, അകലം പാലിച്ച്, ആരോഗ്യകരമായ അകലം പാലിച്ച് വസ്ത്രം ധരിച്ച്, ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള വസ്ത്രം ധരിക്കാതെ മാന്യമായി ഈ കുഞ്ഞുങ്ങൾ മാസ് ഡ്രിൽ ചെയ്യുന്നത് പോലെ സൂംബ ഡാൻസ് ചെയ്താൽ എന്താ കുഴപ്പം? അല്ല, മാസ്റ്റർ ചെയ്യാം. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിസ്തത്തിന്റെ ഏതെങ്കിലും ഒരു ആദർശ അജണ്ടയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസ സംവിധാനം പാടില്ല. ഏയ്, നിങ്ങളാണോ സലഫി? മാസ് ഡ്രിൽ ചെയ്യുന്നത് പോലെ സൂംബ ഡാൻസ് ചെയ്താൽ എന്താ കുഴപ്പം? അല്ല, മാസ്റ്റർ ചെയ്യാം. മാസ്റ്ററിൽ നടത്തുന്നത് അത് നമ്മൾ ചെയ്യാറുണ്ട്. സലഫി ആദർശം, മുൻഗാമികളുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആദർശമാണ് നിങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നമുക്ക് കാണാം അല്ലാഹുവിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെയും പുരുഷന്മാരെയും വേറെ വേറെയാണ് സംസ്കരിച്ചെടുത്ത്. സൗദിയിലൊക്കെ പോയാൽ അറിയാം, ഇസ്ലാമിക രാജ്യങ്ങളിൽ പഠന കേന്ദ്രങ്ങളിലാണെങ്കിലും ഏറെക്കുറെ ചെറിയ പ്രായം മുതൽ തന്നെ ആൺകുട്ടികൾക്ക് വേറെ, പെൺകുട്ടികൾക്ക് വേറെ. ആൺകുട്ടികളെ പഠിപ്പിക്കുന്നവർ അധ്യാപകരാണ്, പുരുഷന്മാരെ. പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത് സ്ത്രീകളാണ്. പക്ഷേ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിസ്തത്തിന്റെ ഏതെങ്കിലും ഒരു ആദർശ അജണ്ടയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസ സംവിധാനം പാടില്ല. ഏയ്, നിങ്ങളാണോ സലഫി? ആദർശമുള്ള യുവാക്കളെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പോകാൻ ആഗ്രഹിക്കുന്നവരെ നോക്കി തീവ്രവാദവും ഭീകരവാദവും നിങ്ങൾ ആരോപിച്ചാൽ അങ്ങ് തകർന്നു പോകുമെന്ന വ്യാമോഹം, അത് പാഴ്ക്കിനാവ് മാത്രമാണ് നിങ്ങൾ തിരിച്ചറിയണം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിസ്തം മുജാഹിദുകളുടെ ഏതെങ്കിലും അജണ്ടയിൽ സ്ത്രീ പുരുഷന്മാർ ഇടകലർന്ന് പഠിക്കാനോ പഠിപ്പിക്കാനോ പാടില്ല എന്നുള്ള ആശയത്തിൽ കാണാൻ കഴിയുന്നില്ല. കാരണം അവരുടെ അധ്യാപകർ, അവരുടെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, ഉസ്താദുമാർ, കോളേജുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നുള്ള കോളേജുകളിലെ അധ്യാപകന്മാരും. ഈ അഷഫ്, താങ്കൾ ഈ PT പരിപാടി അഥവാ ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ നടത്തുന്നതിനോട് താങ്കൾ യോജിക്കുന്നില്ലേ? സ്കൂളിൽ അധ്യാപകര് കുട്ടികളെ ഒരുമിച്ച് നിർത്തി PT നടത്തുന്നതിനോട് യോജിക്കുന്നില്ലേ? ഉണ്ട്, മാസ്റ്ററിൽ നടത്തുന്നത് അത് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അത് ഇതും തമ്മിൽ എന്താ വ്യത്യാസം അങ്ങ് പറയുന്നത്? പ്രിയപ്പെട്ട സഹോദരന്മാർ, അതിന്റെ ഭവിഷ്യത്ത് അവരുടെ ഉള്ളിൽ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കോളേജുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നുള്ള കോളേജുകളിലെ അധ്യാപകന്മാരും അവരുടെ ഖുർആൻ ക്ലാസുകളിൽ മറയില്ലാതെയാണ് പുരുഷന്മാർ സ്ത്രീകളെ നോക്കി പല അധ്യാപകരും ദർസ് എടുക്കുന്നത്, ക്ലാസ് എടുക്കുന്നത്, ഖുർആൻ ക്ലാസുകൾ നിർവഹിക്കുന്നത്. തങ്ങളുടെ ശഹവാത്തുകൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഇരട്ടത്താപ്പ് സലഫിയത്താണ് അവർ സമൂഹത്തിൽ പറയുന്നത് എന്നും സമൂഹം തിരിച്ചറിയണമെന്നാണ് പറയുന്നത്. കോളേജ് തലങ്ങളിൽ, പ്രൊഫഷണൽ തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ പ്രോഫ്കോൺ എന്ന് പറയും സ്ഥലങ്ങളിൽ സമ്മേളനങ്ങൾ നടത്തി വിദൂരങ്ങളിൽ നിന്ന് യാത്ര ചെയ്യിപ്പിച്ച് കൊണ്ടുപോയിട്ട് ഒരിക്കൽ പോലും ആ പ്രഭാഷണങ്ങളുടെ ഇടയിൽ എവിടെയും സ്ത്രീ പുരുഷന്മാരിടകലർന്ന് മുസ്ലിം പെണ്ണുങ്ങളോട്, മുസ്ലിം സ്ത്രീജനങ്ങളോട് കാരുണ്യത്തോടുകൂടി നിങ്ങളുടെ ഈ പഠനം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സലഫിയത്തിന്റെ ആധികാരികമായ പണ്ഡിതന്മാർ, സൗദിയിലും മറ്റുമുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപനത്തിൽപ്പെട്ടതാണിത്. സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നുകൊണ്ടുള്ള പഠനങ്ങൾ പാടില്ല. എന്നിട്ടും ആ സ്ത്രീ പുരുഷന്മാരെ കൊണ്ടുവന്നിരുത്തി, കാരണം അവരുടെ സംഘടനകളുടെ നേതാക്കന്മാർ, യുവജന പ്രസ്ഥാനമാവട്ടെ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാവട്ടെ, ഇതിന്റെയൊക്കെ നേതൃത്വത്തിലിരിക്കുന്നവർ ആണും പെണ്ണും ഇടകലർന്നുകൊണ്ടുള്ള സ്ഥാപനങ്ങളിലെ അധ്യാപകന്മാരും നേതൃത്വം കൊടുക്കുന്നവരും കൊടുത്തുകൊണ്ടിരിക്കുന്നവരും ചെയ്ത് വിരമിച്ചവരും ഇനി അതിൽ കയറാൻ കാത്തിരിക്കുന്നവരുമാണ്. ഈ ആദർശം സമൂഹത്തോട് പറയുമ്പോൾ സ്ത്രീ പുരുഷന്മാർ ഇടകലർന്ന് പഠിക്കുക എന്നുള്ളതും സുന്നത്തിന്റെ ആദർശമല്ല. അവിടെ പോയി ജോലി ചെയ്യൽ സുന്നത്തിന്റെ ആദർശമല്ല എന്ന് പറയുമ്പോൾ ഈ വിസ്തം മുജാഹിദിലെ പൊതുപ്രഭാഷണത്തിനോ പൊതുവായി ഈ ആശയങ്ങളെ അവർ ഗണ്ണിച്ച് സംസാരിക്കാൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ശ്രമിച്ചിടത്തൊക്കെ പരാജയപ്പെട്ടു. മഞ്ചേരിയിൽ ചെന്നു വിസ്തം മുജാഹിദുകൾ രഹസ്യമായി ക്ലാസ് എടുത്തു. പക്ഷേ അവസാനം ആ ക്ലാസ്സിൽ അവര് പറഞ്ഞ അബദ്ധങ്ങൾ കർമ്മശാസ്ത്രപരമായും
ആദർശപരമായും അവർ പറഞ്ഞ അബദ്ധങ്ങളുടെ ഒരു നിരയുണ്ടായി. അതങ്ങ് വെളിവാക്കപ്പെട്ടപ്പോൾ പിന്നെ അവിടെ നിന്ന് മംഗലാപുരത്ത് സാധാരണക്കാർക്ക് അറിയുമോ ഇത്? സാധാരണക്കാരോട് പറയുകയാണ് ഇവരെ സൂക്ഷിക്കണം, ഇവരെ ഫോൺ വിളിക്കുന്നത് സൂക്ഷിക്കണം, ഇവരുമായി കൂടിയിരിക്കുന്നത് സൂക്ഷിക്കണം. കാരണം നിങ്ങൾ സലഫിയത്തിന്റെ ആശയാദർശത്തിൽ നിന്നും അകന്നു പോയവർ. ഇപ്പൊ പറയുമല്ല, മുസ്ലിം സമൂഹത്തിൽ പെൺഡോക്ടർമാർ വേണ്ടേ? ആരാ ചോദിക്കുന്നത്? രഹസ്യമായി ആളുകളെ ഇളക്കി വിടുകയാണ്. എന്നിട്ട് കോളേജുകളിൽ, സ്ഥാപനങ്ങളിൽ ഇതാണ് അവരെ മസ്ലഹത്ത്. എന്താ മസ്ലഹത്ത്? മുസ്ലിം സമൂഹത്തിൽ പെൺഡോക്ടർമാർ വേണം. എന്നിട്ട് MDMM മയക്കുമരുന്നും സാർവത്രികമായി കൊണ്ടിരിക്കുന്ന കോളേജുകളിൽ ആണും പെണ്ണും ഇടകലരുന്ന ആട്ടിൻകൂട്ടത്തെ പോലെ ജീവിക്കുന്ന ആ സ്ഥലത്ത് നിന്റെ മോളെ എങ്ങനെ വിടാൻ കഴിയുന്നു? നിന്റെ പൗരുഷോടെ പോയി, നിന്റെ ആദർശബോധം അവിടെ പോയി. സലഫിയത്ത് എന്ന് പറയുന്നത് അവകാശവാദം മാത്രമല്ല. അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവർ പ്രമാണങ്ങൾ സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ അവകാശവാദങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ലെന്നാണ് മുഖവുരയിൽ നാം പറയുന്നത്.